ഏവർക്കും സ്നേഹപൂർവമായ നമസ്കാരം. പ്രബ്സ്കെയിലിൻ്റെ LPST UPST ഇൻ്റർവ്യൂ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ശിവരാജൻ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ LPST UPST ഇൻ്റർവ്യൂവിന് ഉറപ്പായും ചോദിക്കുന്ന ഒരു മേഖലയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്. സമീപകാല വിദ്യാഭ്യാസ രംഗം മാത്രമല്ല, കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക സാമുദായിക രംഗങ്ങളെല്ലാം നോക്കിയാൽ ഇത്രമാത്രം പിടിച്ചുകുലുക്കിയ, കേരളത്തെ പ്രക്ഷുബ്ധമാക്കിയ, വിദ്യാഭ്യാസ രംഗത്തെ ചടുലമാക്കിയ, അധ്യാപക ലോകത്തെ കലുഷിതമാക്കിയ വേറൊരു റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. ഒന്നാമത് ഇതിൻ്റെ അധ്യക്ഷനെക്കുറിച്ച് തന്നെ പറയട്ടെ. ഡോക്ടർ MA ഖാദർ. അദ്ദേഹം NCF 2005 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിക്കുമ്പോൾ NCERTയുടെ ഡയറക്ടറായിരുന്നു. NCERTയുടെ ഡയറക്ടറായ അദ്ദേഹമായിരുന്നു യശ്പാൽ കമ്മിറ്റിയുടെ സെക്രട്ടറി. പ്രൊഫസർ യശ്പാൽ ആയിരുന്നു NCF 2005 രൂപീകരിക്കാനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ. ലേണിംഗ് വിത്തൗട്ട് ബർഡൻ എന്ന പേരിൽ 1993 വിദ്യാഭ്യാസത്തെ അടിമുടി പരിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യശ്പാൽ പുറപ്പെടുവിച്ച റിപ്പോർട്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. അതിനെ തുടർന്നാണ് അന്ന് UGCയുടെ ചെയർമാനായിരുന്ന പ്രൊഫസർ യശ്പാലിനെ 1986 ദേശീയ വിദ്യാഭ്യാസം നിർദ്ദേശിച്ച അനുസരിച്ച് ദേശീയ തലത്തിൽ കരിക്കുലം രൂപീകരിക്കാനുള്ള ഒരു കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് നിർദ്ദേശിച്ചു. ആ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു ഡോക്ടർ MA ഖാദർ. അദ്ദേഹം NCERTയുടെ ഡയറക്ടറുമായിരുന്നു, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അങ്ങനെ 2005 നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് രൂപീകരിക്കുകയും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അത് NCERT കൊടുക്കുകയും ചെയ്തു. കൊടുത്തിട്ട് NCERT എല്ലാ സംസ്ഥാനങ്ങളോടും പറഞ്ഞു, ഇത് ദേശീയ തലത്തിൽ രൂപം നൽകിയിരിക്കുന്ന ഒരു കരിക്കുലമാണ്. ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാദേശിക ഭേദങ്ങൾക്കനുസരിച്ച്, നിങ്ങളുടെ പ്രദേശത്തിനനുസരിച്ച്, നിങ്ങളുടെ സംസ്ഥാനത്തിനനുസരിച്ച്, നിങ്ങളുടെ സാമൂഹ്യ സാംസ്കാരിക ചുറ്റുപാടിനനുസരിച്ച്, സാംസ്കാരിക പശ്ചാത്തലത്തിനനുസരിച്ച് നിങ്ങളുടേതായിട്ടുള്ള കരിക്കുലം ഫ്രെയിംവർക്ക് ചെയ്യണം എന്ന് പറഞ്ഞത് മാത്രമല്ല, 10 ലക്ഷം രൂപ വീതം ഓരോ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുകയും ചെയ്തു. അത് യൂട്ടിലൈസ് ചെയ്ത് ആദ്യമായിട്ട് സംസ്ഥാന തലത്തിൽ ഒരു കരിക്കുലം ഉണ്ടാക്കുന്നത് കേരള സംസ്ഥാനമാണ്. 2007 KCF 2007 അങ്ങനെയാണ് രൂപം കൊണ്ടത്. NCFൻ്റെ നിർദ്ദേശങ്ങളെ, NCFനെ 21 ഫോക്കസ് ഗ്രൂപ്പുകളായിട്ട് വ്യത്യസ്ത ഡയറ്റുകളുടെ ആഭിമുഖ്യത്തിൽ ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അത് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടാണ് KCF 2007 SCERT രൂപം നൽകിയത്. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് NCERTയുടെ ഡയറക്ടറായിരുന്ന ഖാദർ, പ്രൊഫസർ ഡോക്ടർ MA ഖാദർ പിൽക്കാലത്ത് SCERTയുടെ ഡയറക്ടറായിരുന്നു. അദ്ദേഹം ആണ് ഈ ഖാദർ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. പിൽക്കാലത്ത് അദ്ദേഹം ഒരു പുസ്തകം എഴുതി, ദി ഐഡിയ ഓഫ് എ ടീച്ചർ. ഐഡിയ ഓഫ് എ ടീച്ചർ എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ കാലിക പ്രസക്തിയുള്ള ഒരുപാട് ആശയങ്ങൾ നല്ല രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അദ്ദേഹം ഒരു പുസ്തകത്തിൻ്റെ കോപ്പി അയച്ചു തരികയും ചെയ്തു.
ഏതായാലും അദ്ദേഹമാണ് ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്നുള്ളത് വളരെ അടിവരയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം 2009, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, RT ആക്ട് 2009 കേരള സംസ്ഥാനത്ത് എങ്ങനെ നടപ്പാക്കണം എന്ന് പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനാണ് പ്രൊഫസർ ഡോക്ടർ MA ഖാദറിനെ അധ്യക്ഷനായി ഒരു 3-അംഗ കമ്മിറ്റി രൂപീകരിച്ചത്. ആ കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ ജി ജ്യോതി ചൂടൻ ഒന്ന്, മറ്റേത് ഡോക്ടർ C രാമകൃഷ്ണൻ. അപ്പോൾ ഖാദറും ജ്യോതി ചൂടനും രാമകൃഷ്ണനും അടങ്ങുന്ന ഈ കമ്മിറ്റിയാണ് 2017 ഈ കമ്മിറ്റിയെ നിയോഗിച്ചു. 19/10/2017 സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവ് പ്രകാരം കമ്മിറ്റിയുടെ പരിഗണനാ വിഷയങ്ങളെന്ന് പറയുന്നത് പ്രധാനമായിട്ട് 3 ആണ്. ഒന്നാമത്തെ കാര്യം 2009 RT ആക്ട് സംസ്ഥാനത്ത് നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഘടനാപരവും അക്കാദമികവുമായ വശങ്ങൾ പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, രൂപീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പരിഗണനയ്ക്ക് നിർദ്ദേശിച്ചിട്ടുള്ള വിഷയം. 2, RT ആക്ടിലെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന വിജ്ഞാപനത്തിൽ വ്യക്തത വരുത്തേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ അവ പരിശോധിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. 3, വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള വിദ്യാഭ്യാസ നിയമങ്ങളിലും ചട്ടങ്ങളിലും വരുത്തേണ്ട ഭേദഗതികൾ പരിശോധിച്ച് എന്തെല്ലാം ഭേദഗതികളാണ് കേരള വിദ്യാഭ്യാസ നിയമത്തിലും ചട്ടത്തിലുമൊക്കെ വരുത്തേണ്ടത് എന്ന് പഠിച്ച് പരിശോധിച്ച് അതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. ഈ 3 പരിഗണനാ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ്, മുന്നിൽ വെച്ചുകൊണ്ടാണ് 19/10/2017 സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിൽ പ്രകാരം ഖാദർ കമ്മിറ്റി ചുമതലയേൽക്കുന്നു. ഖാദർ കമ്മിറ്റി കേരളത്തിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആധികാരികമായിട്ട് ആഴത്തിൽ പഠിച്ചു. ഖാദർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഖാദർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ 1-ാം ഭാഗമാണ് മികവിനായുള്ള സ്കൂൾ വിദ്യാഭ്യാസം വിദഗ്ധ സമിതി റിപ്പോർട്ട് ഭാഗം 1, മികവിനായുള്ള വിദ്യാഭ്യാസം. ഇതിൽ കേരളത്തിലെ വിദ്യാഭ്യാസ ഘടനയെപ്പറ്റിയാണ് ആഴത്തിൽ പറയുന്നത്. ഖാദർ കമ്മിറ്റി അതിൻ്റെ ആദ്യ റിപ്പോർട്ട് മികവിനായുള്ള സ്കൂൾ വിദ്യാഭ്യാസം എന്ന പേരിൽ ആദ്യ റിപ്പോർട്ട് 2019 ജനുവരി 24 സർക്കാരിന് സമർപ്പിക്കുകയുണ്ടായി. ഭരണഘടനാ വിദ്യാഭ്യാസ ഘടന സംബന്ധിച്ച കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഈ 1-ാമത്തെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനെ തുടർന്ന് കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിൽ KER ചില ഭേദഗതികൾ വരുത്തേണ്ടതായി വന്നു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആശങ്കകളും വ്യാകുലതകളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിട്ടുണ്ട്. 1-ാം ഭാഗ റിപ്പോർട്ടിൽ ഘടന സംബന്ധിച്ച കാര്യങ്ങളാണ് മുഖ്യമായിട്ടും പ്രതിപാദിച്ചിരിക്കുന്നത്. എന്നാൽ 2-ാം ഭാഗ റിപ്പോർട്ടിൽ അക്കാദമിക കാര്യങ്ങളാണ് പ്രധാനമായും പരിഗണിച്ചിട്ടുള്ളത്. ഇത്തരമൊരു സമിതി ശരിക്കും പറഞ്ഞാൽ അക്കാദമിക തലത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചായിരുന്നു ആദ്യം ചർച്ച ചെയ്യേണ്ടതും നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ടതും. പക്ഷെ തലകീഴായിപ്പോയി എന്നുള്ളൊരു അപകടം ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ആദ്യം ഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും പിന്നീട് അക്കാദമിക കാര്യങ്ങളെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് 1-ാമത്തെ റിപ്പോർട്ടിൽ ഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും തുടർന്ന് വന്ന 2-ാമത്തെ റിപ്പോർട്ടിൻ്റെ 2-ാം ഭാഗത്ത് അക്കാദമിക് രംഗത്ത് വേണ്ടി വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് 2-ാമത്തെ ഈ ഭാഗത്ത്
ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. ശരിക്കു പറഞ്ഞാൽ നേരെ തിരിച്ചായിരുന്നു വേണ്ടിയിരുന്നത്. ആദ്യം അക്കാദമിക കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പിന്നീട് നടപ്പാക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ ഘടനാതലത്തിൽ വേണ്ട മാറ്റങ്ങളെക്കുറിച്ചുമായിരുന്നു ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. ഏതായാലും ഒന്നാം ഭാഗത്ത് അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ടിൽ പേജ് നമ്പർ 115 പറയുന്ന ഒരു കാര്യം ഞാൻ വായിക്കാം. 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ നിയന്ത്രണവും ഏകോപനവും ഇന്ന് നിലവിലുള്ള വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ്, ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് എന്ന 3 ഡയറക്ടറേറ്റുകളുടെ കീഴിലാണ് നടക്കുന്നത്. 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ്, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ്, ഇതിനെ 3നെയും ഏകോപിപ്പിച്ച് ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ എന്ന ഒരൊറ്റ ഡയറക്ടറേറ്റിൻ്റെ കീഴിൽ കൊണ്ടുവരണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം നിർദ്ദേശിച്ച ഒന്നാമത്തെ റിപ്പോർട്ടിൽ. രണ്ടാമത് പറഞ്ഞ പ്രധാനപ്പെട്ടമായിട്ടുള്ള മറ്റൊരു നിർദ്ദേശം, സ്കൂളിൻ്റെ പൊതു മേലധികാരിയായി ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലിനെ നിയമിക്കുക എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം. മൂന്നാമത്തെ സുപ്രധാനമായിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത പരീക്ഷാ ഡയറക്ടറേറ്റുകളെ സംയോജിപ്പിച്ച് ഒരു പരീക്ഷാ ഡയറക്ടറേറ്റ് ആക്കി മാറ്റുക. സ്കൂൾ ഡയറക്ടറേറ്റിൻ്റെ കീഴിൽ ഒരു പരീക്ഷാ ഭവൻ, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന് വേറൊരു പരീക്ഷാ ഭവൻ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വകുപ്പിന് വേറൊരു പരീക്ഷാ ഭവൻ. ഇങ്ങനെ 3 പരീക്ഷാ ഭവനുകളുടെ ആവശ്യമൊന്നുമില്ല. ഒറ്റ പരീക്ഷാഭവൻ്റെ വീടിൽ ഒരു അമ്പർലയ്ക്ക് കീഴിൽ കൊണ്ടുവരണം ഇതിനെ 3നെയും എന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. KER ഭരണഘടനയ്ക്ക് ശേഷവും KER ഭേദഗതി ചെയ്തതിന് ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അനിശ്ചിതത്വവും അവ്യക്തതകളും തുടരുകയാണ്. പ്രിൻസിപ്പലിൻ്റെയും വൈസ് പ്രിൻസിപ്പലിൻ്റെയും പദവിയിലേക്കെത്തുന്ന ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസ്സുമാരുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും വിഭജിച്ച് നൽകിയിട്ടില്ല എന്നുള്ളത് വലിയൊരു പോരായ്മയാണ്. സബോർഡിനേറ്റ് സ്റ്റാഫില്ലാതെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് ഹൈസ്കൂളിലെ സ്റ്റാഫിൻ്റെ സേവനങ്ങൾ ഉപയോഗിക്കാനാകുന്നില്ല. വൈസ് പ്രിൻസിപ്പലിൻ്റെ തസ്തികയ്ക്ക് സ്കെയിൽ നിശ്ചയിച്ചിട്ടില്ലാത്തതിനാൽ HM തസ്തികയിലെക്കുറിച്ചുള്ള ആകുലതകൾ അവരിലും നിലനിൽക്കുന്നു. തുടർ പ്രമോഷൻ കാര്യത്തിലും അനിശ്ചിതത്വമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നിയമസഭയിൽ ചർച്ച ചെയ്തില്ല എന്നുള്ളതൊരു പോരായ്മയാണ്. അത് ഒരു ഓർഡിനൻസിലൂടെ നിയമമാക്കുകയാണ് ചെയ്തത്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ 2ാം ഭാഗം മികവിനായുള്ള സ്കൂൾ വിദ്യാഭ്യാസം വിദഗ്ധ സമിതി റിപ്പോർട്ട് 2ാം ഭാഗമാണിത്. ഈ 2ാം ഭാഗം 2022 സെപ്റ്റംബർ 8-നാണ് സമർപ്പിച്ചത്. 2019 സമർപ്പിച്ച ആദ്യ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കൂടുതൽ പരിഷ്കരണ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അന്തിമ റിപ്പോർട്ട്. ഖാദർ കമ്മിറ്റിയുടെ ഈ 2ാമത്തെ റിപ്പോർട്ട് മികവിനായുള്ള വിദ്യാഭ്യാസം, ആ ഹെഡിങ് ഓർത്തോണം. അതാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഹെഡിങ്, മികവിനായുള്ള വിദ്യാഭ്യാസം. 2024 ജൂലൈ 31 ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകരിക്കുകയുണ്ടായി. ഏതായാലും ഒരു വിദ്യാഭ്യാസ രംഗത്തെ ഒരു എളിയ പ്രവർത്തകൻ എന്ന തരത്തിൽ ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ 1-2 ഭാഗങ്ങൾ വായിച്ചു നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ഉറപ്പായിട്ട് എനിക്ക് പറയാൻ കഴിയും. ഈ റിപ്പോർട്ടുകൾ നടപ്പായി കഴിഞ്ഞാൽ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ മുഖച്ഛായ മാറും. അക്കാര്യം ഉറപ്പാണ്. പക്ഷെ നടപ്പാക്കി കഴിഞ്ഞാലേ അത് സാധ്യമാവൂ. ഇത് നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഒരുപാട് അനിശ്ചിതത്വവും ഒരുപാട് വെല്ലുവിളികളും എല്ലാം കാലികമായിട്ടുണ്ടായിട്ടുണ്ട്.
അക്കാദമിക മികവിനായുള്ള സ്കൂൾ വിദ്യാഭ്യാസം സംബന്ധിച്ച് സമഗ്രമായിട്ട് വിശകലനം നടത്തിയ കമ്മിറ്റി ഇത് സംബന്ധിച്ച് സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ ഒരുപാട് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. തുല്യനീതി ഉറപ്പാക്കാൻ ഉള്ള മികച്ച വിദ്യാഭ്യാസം, അധ്യാപകരെ പ്രൊഫഷണലാക്കൽ. ടീച്ചിങ് ഈസ് എ പ്രൊഫഷൻ, ഇനിയും ആയിട്ടില്ലത്. ടീച്ചിങ് ഈസ് എ പ്രൊഫഷൻ. അങ്ങനെ അധ്യാപകരെ പ്രൊഫഷണലാക്കൽ, വിദ്യാലയങ്ങളെ പൊതു ഇടങ്ങൾ ആക്കൽ, വിവിധ ഘട്ടങ്ങളിലെ ബോധന സമീപനം, ബോധന മാധ്യമം, വിഷയ സമീപനങ്ങൾ, കലാകായിക വിദ്യാഭ്യാസം, ICT വിദ്യാഭ്യാസം, ഭിന്നശേഷി സൗഹൃദ വിദ്യാഭ്യാസം, മൂല്യവിദ്യാഭ്യാസം, സർവോപരി മെൻറ്ററിങ്. RT ആക്ടിൻ്റെ ഒരു ഉപോൽപ്പന്നമായി രംഗപ്രവേശം ചെയ്തിട്ടുള്ള മെൻറ്ററിങ്, 2020 ദേശീയ വിദ്യാഭ്യാസ നയം ഊന്നൽ നൽകുന്ന മെൻറ്ററിങ്, സ്കൂൾ സമയം, അടിവരയിട്ട് ഓർമ്മിപ്പിക്കട്ടെ, സ്കൂൾ സമയം, മൂല്യനിർണ്ണയം, അധ്യാപക വിദ്യാർത്ഥി അനുപാതം, ഭരണ നിർവഹണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം തുടങ്ങി ഒട്ടനവധി വിഷയങ്ങളെക്കുറിച്ച് ഖാദർ കമ്മിറ്റി ആഴത്തിൽ വിശകലനം ചെയ്ത് പഠിക്കുകയും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലെ നിർദ്ദേശങ്ങൾ വളരെ വിശദമായിട്ടാണ് നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുള്ളത്. 178 പേജ് മുതൽ 178 മുതൽ ഇതിൻ്റെ നിർദ്ദേശങ്ങളാണ്. നിർദ്ദേശങ്ങൾ 178 പേജ് മുതൽ 253 പേജ് വരെ നിർദ്ദേശങ്ങൾ വിശദമായിട്ട്, ശുപാർശകളുടെ സംഗ്രഹം വിശദമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഖാദർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ? LPST UPST ഇൻ്റർവ്യൂവിന് പോകുന്നവർ തീർച്ചയായിട്ടും ഈ ചോദ്യം പ്രതീക്ഷിക്കണം. ഒന്നാമത്തെ റിപ്പോർട്ടിനുണ്ടായിരുന്ന ഖാദർ കമ്മിറ്റിയുടെ ആദ്യ റിപ്പോർട്ടിലെ ഒന്നാമത്തെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ള ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷനും ഡയറക്ടറേറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷനും ഡയറക്ടറേറ്റ് ഓഫ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനും ഒക്കെ സംയോജിപ്പിച്ച് ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ എന്ന ഒറ്റ ഡയറക്ടറുടെ കീഴിൽ കൊണ്ടുവരിക പ്രാവർത്തികമാക്കി. സ്കൂൾ മേലധികാരിയായിട്ട് ഹയർ സെക്കൻഡറിയുടെ പ്രിൻസിപ്പലിനെ അവരോധിക്കുക നടപ്പിലാക്കി. ഓരോ ഡയറക്ടറേറ്റിൻ്റെ കീഴിൽ നിലനിന്നിരുന്ന പരീക്ഷാ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ഒറ്റ കുടക്കീഴിലാക്കണം എന്നുള്ള നിർദ്ദേശവും ഗവൺമെൻറ് അംഗീകരിച്ച് നടപ്പാക്കി. ഇതൊക്കെ ഘടനാപരമായിട്ടുണ്ടായ മാറ്റങ്ങളാണ്. പക്ഷേ അക്കാദമിക തലത്തിലേക്ക് ആഴ്ന്നിറങ്ങി അത് വിശകലനം ചെയ്ത് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്ന രണ്ടാം ഭാഗം പുറത്തു വന്നപ്പോഴേക്കും ഒരുപാട് കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഖാദർ കമ്മിറ്റി പറഞ്ഞ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അക്കാദമിക രംഗത്ത്? ഒന്നാമത് സ്കൂൾ സമയത്തിൻ്റെ മാറ്റമാണ്. നമുക്കറിയാം കേന്ദ്രീയ വിദ്യാലയങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് 8 മണി തൊട്ട് 1 മണി വരെയാണ്. അത്തരത്തിൽ നമ്മുടെ കേരളത്തിലെ സ്കൂളുകളുടെയും സമയം മാറ്റണം എന്നുള്ളതാണ് ഒന്നാമത്തെ നിർദ്ദേശം. സ്കൂൾ സമയം മാറ്റുക. ഏറ്റവും ഉചിതമായ സമയം സ്കൂളുകൾക്ക് പ്രവർത്തിക്കാവുന്നത് രാവിലെ 8 മണി തൊട്ട് 1 മണി വരെയാണ്. അപ്പോൾ സ്കൂൾ പ്രവൃത്തി സമയം 8 മുതൽ 1 വരെ ആക്കുക. രണ്ടാമത്തെ നിർദ്ദേശം ശനിയാഴ്ച പ്രവൃത്തി ദിവസം ആക്കുക. എന്നാലേ റിക്വയർഡ് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ഉണ്ടാവും. റിക്വയർഡ് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ആകണമെങ്കിൽ ശനിയാഴ്ച പ്രവൃത്തി ദിവസം ആക്കണം. അതിനെക്കുറിച്ചൊക്കെ കൂലങ്കരമായിട്ട് ചിന്തിക്കുകയും വിശദമായിട്ട് വിശകലനം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ടിനകത്ത്.
അപ്പോൾ ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കണം. ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കിയാൽ ആ ശനിയാഴ്ച എന്തെല്ലാം കാര്യങ്ങളാണ് സ്കൂളുകൾക്ക് ചെയ്യാൻ കഴിയുക അതിനെക്കുറിച്ചൊക്കെ പഠിച്ച് നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. മൂന്നാമത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനമാണ്. ആ ലയിപ്പിക്കുമ്പോൾ ഹയർ സെക്കൻഡറിയിലെ അധ്യാപകർ ഹൈസ്കൂളിലും പഠിപ്പിക്കേണ്ടി വരും. അതിൻ്റെ ലയനമാണ് മൂന്നാമത്. നാലാമത് എയ്ഡഡ് സ്കൂളുകളുടെ അധ്യാപനം PSCക്ക് വിടലാണ് നാലാമത്തെ ഒരു നിർദ്ദേശം. അഞ്ചാമത്തെ നിർദ്ദേശം പ്രൈമറി സ്കൂൾ അധ്യാപകർക്ക് ബിരുദവും ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് ബിരുദാനന്തര ബിരുദവും യോഗ്യതയാക്കി അധ്യാപകരുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കൽ. അതാണ് അഞ്ചാമത് മുന്നോട്ട് വച്ചേക്കുന്ന നിർദ്ദേശം. ആറാമത്തെ നിർദ്ദേശം അധ്യാപക സംഘടനകൾക്ക് അംഗീകാരം ലഭിക്കണമെങ്കിൽ ആകെയുള്ള അധ്യാപകരുടെ എണ്ണത്തിൻ്റെ 18% എന്ന് പറഞ്ഞാൽ 1/6 അധ്യാപകരെങ്കിലും ആ സംഘടനയിൽ അംഗങ്ങളായിരിക്കണം. മൊത്തമുള്ള അധ്യാപകരുടെ എണ്ണത്തിൻ്റെ 18%, അതായത് 1/6 പേരെങ്കിലും അംഗങ്ങളായിട്ടുള്ള അധ്യാപക സംഘടനകൾക്കേ അംഗീകാരമുള്ളൂ. ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് നിർദ്ദേശങ്ങൾ ഖാദർ കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം ആരംഭിച്ചതോടുകൂടി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗമെന്നല്ല, വിദ്യാഭ്യാസ, സാമൂഹ്യ, രാഷ്ട്രീയ രംഗങ്ങളെല്ലാം പ്രക്ഷുബ്ധമായി മാറി. ഒന്നാമത് സ്കൂൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ കേരളത്തിലുണ്ടായത്? സ്കൂൾ സമയമാറ്റം വന്നതോടുകൂടി സ്കൂൾ പ്രവൃത്തി സമയം 8 മണി തൊട്ട് 1 മണി വരെ ആക്കണം എന്ന് പറഞ്ഞതോടുകൂടി മദ്രസ നടത്തുന്നതിന് ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ട് അതിന് എതിർപ്പ് വന്നു. ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കണമെന്ന് പറഞ്ഞതോടുകൂടി അധ്യാപകരെല്ലാം കൊടുവാളും എടുത്തുകൊണ്ട് രംഗപ്രവേശം ചെയ്തു, റോഡിലിറങ്ങി. ആരുടെ ഖാദർ എന്നുള്ള ചോദ്യവുമായിട്ട്. അപ്പോൾ അതും നടപ്പാക്കാൻ ബുദ്ധിമുട്ടായി. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനം വന്നതോടുകൂടി തന്നെ ഹയർ സെക്കൻഡറിയിൽ അധ്യാപകർക്ക് ഹൈസ്കൂളിലും പഠിപ്പിക്കേണ്ടതായിട്ട് വരിക. അതിന് ടീച്ചേഴ്സിന് പലർക്കും സമ്മതമല്ല. പിന്നെ സർവോപരി എയ്ഡഡ് സ്കൂൾ അധ്യാപകരും, എയ്ഡഡ് സ്കൂളിൽ ഇപ്പം അധ്യാപകരെ പോസ്റ്റ് ചെയ്യുന്നത് മാനേജ്മെൻറ്റാണ്. ലക്ഷങ്ങൾ ക്യാപിറ്റേഷൻ മേടിച്ചുകൊണ്ട്, ഡൊണേഷൻ മേടിച്ചുകൊണ്ട് അധ്യാപകരെ പോസ്റ്റ് ചെയ്യുകയാണ് സ്കൂളുകളിൽ. പക്ഷെ അത്തരം അധ്യാപകർക്ക് ശമ്പളം നൽകേണ്ടത് ഗവൺമെൻറ് സർക്കാർ ഖജനാവിൽ നിന്നാണ്. ആ ശമ്പളം നൽകുന്നത് കൊണ്ട് മാത്രമല്ല പ്രശ്നം. ഇത്തരം സ്വകാര്യ സ്കൂളുകളിൽ, എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപനം നടത്താനായിട്ട് നിയോഗിക്കപ്പെടുന്ന അധ്യാപകരുടെ ക്വാളിറ്റി അത് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നാണ് ഖാദർ കമ്മിറ്റി പറയുന്നത്. ആ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അധ്യാപകരുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനായിട്ട് ഗുണമേന്മയുള്ള അധ്യാപകരെ നിയമിക്കണം, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുള്ള അധ്യാപകരെ നിയമിക്കണം. അതൊക്കെ പരിശോധിച്ച് നിയമിക്കാൻ കഴിയുന്നത് PSCക്കാണ്. അതുകൊണ്ട് സ്വകാര്യ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപനം PSCക്ക് വിടണം. അപ്പോൾ അതിനെ ശക്തിയുക്തം നമ്മുടെ നാട്ടിലെ സാമുദായിക സംഘടനകൾ, വിശേഷിച്ച NSS പോലുള്ള സംഘടനകൾ എതിർത്തിട്ടുണ്ട്. പിന്നെ അധ്യാപക നിയമനത്തെ പറ്റിയാണ്. 7ാം ക്ലാസ് വരെയുള്ള പ്രൈമറി ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതിന് ഡിഗ്രി വേണം. അതുപോലെ തന്നെ സെക്കൻഡറി ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ ബിരുദാനന്തര ബിരുദവുമാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഏതായാലും ഇതൊന്നും ഉടനെ ഒന്നും സാധ്യമായ കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 2018 ഇൻ്റഗ്രേറ്റഡ് B.Ed കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ കേരള സർക്കാർ ഇതുവരെ അതിനൊരു ഗ്രീൻ സിഗ്നൽ കൊടുത്തിട്ടില്ല. ഹയർ സെക്കൻഡറി കൗൺസിലിൻ്റെ ഭാഗമായിട്ട് കരിക്കുലം കമ്മിറ്റി ഈ അടുത്ത കാലത്ത് ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്.
ഇൻ്റഗ്രേറ്റഡ് ബി എഡ് കേരളത്തിൽ നടപ്പാക്കുവാൻ. ഇൻ്റഗ്രേറ്റഡ് ബി എഡ് എന്ന് പറഞ്ഞാൽ BA എഡ്, BSc എഡ്, BCom എഡ്, ഡിഗ്രിയോടൊപ്പം എഡ്യൂക്കേഷനും കൂടി ചേർത്ത് നൽകുന്ന ഒരു രീതിയാണ്. കേരളത്തിൽ ഇപ്പോൾ 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമേ ഈ കോഴ്സ് നടക്കുന്നുള്ളൂ. ഒന്ന് NIT കോഴിക്കോട്, 2 കേന്ദ്ര സർവകലാശാല കാസർഗോഡ്, 3 സംസ്കൃത വിദ്യാപീഠം ഗുരുവായൂർ. ഈ 3 മാത്രമേ ഇൻ്റഗ്രേറ്റഡ് ബി എഡ് പ്രോഗ്രാം ഇപ്പോൾ നിലവിൽ നടത്തി വരുന്നുള്ളൂ. ഏതായാലും ഇത് കൂടുതൽ സ്ഥാപനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരു പഠന റിപ്പോർട്ടാണ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ കരിക്കുലം കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഇൻ്റഗ്രേറ്റഡ് ബി എഡ് നടത്തണമെങ്കിൽ സ്റ്റാൻഡ് അലോൺ കോളേജുകളിലൊന്നും അത് നടപ്പാക്കാൻ സാധിക്കില്ല. നമ്മുടെ ബി എഡ് നടത്തുന്ന 90% കോളേജുകളും സ്റ്റാൻഡ് അലോൺ കോളേജുകളാണ്. സ്റ്റാൻഡ് അലോൺ കോളേജ് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും ഡിഗ്രി ഇല്ല, ബി എഡ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളിടത്തൊന്നും ഇൻ്റഗ്രേറ്റഡ് ബി എഡ് നടത്താൻ കഴിയില്ല. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ബി എഡ് നടത്തണമെങ്കിൽ സ്റ്റാൻഡ് അലോൺ കോളേജുകളിൽ ഡിഗ്രി തുടങ്ങണം. അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സ് ഓഫർ ചെയ്യുന്ന ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ എഡ്യൂക്കേഷന് പ്രത്യേക ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിക്കണം. ഏതായാലും ഇത് തുടങ്ങിയാൽ തന്നെ 4 വർഷം കഴിഞ്ഞ് ഇൻ്റഗ്രേറ്റഡ് ബി എഡിൻ്റെ ബിരുദധാരികൾ പുറത്തെത്തുള്ളൂ. അപ്പോൾ ഇത് വിദൂരസ്ഥമായ ഒരു കാര്യമാണ്. ആസന്നമായ കാര്യത്തിലൊന്നും നമ്മുടെ സ്കൂൾ ടീച്ചേഴ്സിനെ HST-കാരെ ഒന്നും ഇതൊന്നും ബാധിക്കില്ല. HST ഈ വർഷം അവസാനമോ അടുത്ത വർഷമോ ഒക്കെ വിളിക്കും. അവരുടെയൊക്കെ നിയമനമൊക്കെ നിലവിലിരിക്കുന്ന രീതി തന്നെ നടപ്പാക്കും. ഈ ഇൻ്റഗ്രേറ്റഡ് ബി എഡ് ഒക്കെ വളർത്തി വരണമെങ്കിൽ അത് തുടങ്ങിയാൽ തന്നെ 4 വർഷത്തിന് ശേഷമേ അതിൽ നിന്ന് ഡിഗ്രി നേടി വിദ്യാർത്ഥികൾ പുറത്തെത്തുള്ളൂ. അതിനൊക്കെ ശേഷം മാത്രമേ നിലവിലിരിക്കുന്ന സമ്പ്രദായത്തിന് എന്തെങ്കിലും മാറ്റം വരുത്താൻ PSCക്ക് സാധിക്കുകയുള്ളൂ. ഇത്തരം നിർദ്ദേശങ്ങളുടെ ഗുണമേന്മ നോക്കുകയാണെങ്കിൽ ഈ നിർദ്ദേശങ്ങളെല്ലാം അംഗീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്താൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ മുഖച്ഛായ തന്നെ പാടെ മാറുന്നതായിരിക്കും. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ സൊസൈറ്റി, നമ്മുടെ സംഘടനകൾ, സാമുദായിക സംഘടനകളായാലും രാഷ്ട്രീയ സംഘടനകളായാലും അധ്യാപക സംഘടനകളായാലും ഇതൊന്നും നടപ്പാക്കാൻ അവരാരും തയ്യാറല്ല. പ്രത്യേകിച്ച് അവസാനം പറഞ്ഞ ആ ഒരു സജഷൻ, അധ്യാപക സംഘടനകൾക്ക് അംഗീകാരം നൽകണമെങ്കിൽ ആകെയുള്ള അധ്യാപകരുടെ 18%, 1/6 എങ്കിലെങ്കിലും ആ സംഘടനകൾക്ക് മാത്രമേ അംഗീകാരം കൊടുക്കാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എത്ര അധ്യാപക സംഘടനകൾ കാണും? കൂണുകൾ പോലെ മുളച്ച് പ്രവർത്തിച്ച് വിദ്യാഭ്യാസ രംഗം കലുഷിതമാക്കുന്ന ഈ സംഘടനകളൊക്കെ അപ്രത്യക്ഷമാവേണ്ടി വരും. ഏതായാലും ഇതൊക്കെ ഈ ഖാദർ കമ്മിറ്റി ആഴത്തിൽ പഠിച്ച് സമർപ്പിച്ചിരിക്കുന്ന ഈ റിപ്പോർട്ട് നടപ്പാക്കുന്ന കാലത്ത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാവി ഒരു ശോഭനമുള്ള വെളിച്ചമുള്ളതായി മാറും. ഏതായാലും ഇത്തരത്തിലുള്ള സങ്കീർണമായ സാഹചര്യത്തിൽ, പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ ഇതിനെ തുടർന്ന് പല സംഘടനകളും കേസിലും വഴക്കിനുമൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. LP-ST UP-STയെ സംബന്ധിച്ചിടത്തോളം ഖാദർ കമ്മിറ്റിയിൽ നിന്ന് ചോദ്യങ്ങൾ ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം. പ്രധാനമായിട്ട് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ 1ാമത്തെ ഭാഗത്ത് നിന്നുള്ള നിർദ്ദേശം എന്തെല്ലാം, അതെത്രമാത്രം നടപ്പിലാക്കി, 2ാമത്തെ ഭാഗത്തിലെ നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തെല്ലാം, ഒരു 5-6 പഠിച്ചിരിക്കണം. അത് നടപ്പാക്കുന്നതിൽ വരുന്ന പ്രതിസന്ധി എന്താണ്, അത് നടപ്പാക്കുന്നത് സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത്തരം ചോദ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്
നെറ്റിനകത്തുണ്ട്. ഈ റിപ്പോർട്ടിലൂടെ ഒരു പ്രാവശ്യമെങ്കിലും പര്യടനം നടത്തിയാൽ നമുക്കതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പരിജ്ഞാനം ഉണ്ടാക്കാൻ സാധിക്കും. ആ ഒരു അറിവോടുകൂടി വേണം നിങ്ങൾ ഇൻ്റർവ്യൂവിനെ അഭിമുഖീകരിക്കാൻ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.